ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാ മുത്തശ്ശി ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും അവരെ ഒന്നിച്ചു ജീവിക്കാൻ സമ്മതിച്ചാനെ. അതൊന്നും അങ്ങനെ നടക്കത്തില്ലടി മോളെ. പിന്നെ ഇനിയാ നീ ശ്രദ്ധിക്കേണ്ടത്. മുത്തശ്ശിയോട് ക്ഷമിക്കേ. നിങ്ങളെ ഒരുമിപ്പിക്കാമെന്നുള്ള വാക്ക് മുത്തശ്ശിക്ക് പാലിക്കാൻ പറ്റിയില്ല. പത്മിനി ഇങ്ങനെ തളർന്നു വീഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മുത്തശ്ശി, സാരല്ല മുത്തശ്ശി. അതെ, ഇതൊക്കെ എന്റെ വിധിയാ. അതിന് മുത്തശ്ശി സ്വയം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. വല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. എന്തെങ്കിലും ഒരിക്കൽ അയാളുമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരും കൂടെ ആട്ടി ഇറക്കിയില്ലേ? ഇനി താമസിയാതെ എല്ലാവരും കൂടെ ചേർന്ന് ആറ്റുശ്ശേരിയിൽ അറിയിക്കും. അതോടെ ഗതികെട്ട അവസ്ഥയിലാവും പാവം. പിന്നെ എങ്ങോട്ട് പോവാനാ? എന്തെങ്കിലും അബദ്ധം കാണിച്ചു കളഞ്ഞാലോ? ഇല്ലടാ, അങ്ങനെ ഒന്നും പേടിക്കണ്ട. തെറ്റ് ചെയ്യാത്തവരെ മനുഷ്യ ശിക്ഷിക്കുമായിരിക്കും, പക്ഷേ ദൈവം ശിക്ഷിക്കില്ല. മതി മുത്തശ്ശി, മതി. ദൈവത്തെക്കുറിച്ച് രാധിക നിർത്താതെ പറയുമ്പോഴും മുത്തശ്ശി പറയുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ ശക്തിയെ മറികടക്കാനായിട്ട് ആർക്കും സാധിക്കില്ലെന്നൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. പക്ഷേ പണ്ടേ പുരാണത്തിലൊക്കെ വായിച്ചത് വാസ്തവ. നീചശക്തികൾ ഇവിടെ വാഴൂ. അതുകൊണ്ടല്ലേ പ്രിയങ്ക കണിമംഗലത്തെ പ്രിയപ്പെട്ടവളായത്. അമ്മയും അച്ഛനൊക്കെ പ്രിയങ്ക എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്നത് അതുകൊണ്ടല്ലേ. എല്ലാത്തിനും കാരണം അവളാ. അവളെങ്ങ് കൊന്നു കളഞ്ഞല്ലോ മുത്തശ്ശി. അവിടെ അടങ്ങിയിരിക്കും നീ പറഞ്ഞത് ശരിയാ. പുരാണ കഥകളിലൊക്കെ നീചശക്തികള് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷേ അതിനൊടുവിൽ എന്താ സംഭവിക്കുക? ഭഗവാൻ അവരെ നിലയ്ക്ക് നിർത്തില്ലേ, തല അർത്തില്ലേ? അതുകൂടി പഠിക്കണം പുരാണത്തിൽ നിന്ന്. ഒരുപാട് വേലിക്കെട്ടുകൾക്കപ്പുറത്ത് നിന്ന നീയും അവളും പരസ്പരം സ്നേഹിക്കുന്നേ. അതിന് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും. രണ്ടുപേർക്കും ആ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴേ ഇപ്പൊ എതിർക്കുന്ന ഒരാൾക്ക് പോലും ഒരു മറുവാക്ക് പോലും ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിക്കേ. അവളുടെ മനസമാധാനത്തിന് പ്രാർത്ഥിക്കും മോനെ. ഞാൻ അതുമാത്രം മുത്തശ്ശി ഇപ്പൊ ചെയ്യുന്നത്. എല്ലാം സഹിക്കാനായിട്ട് കഴിയട്ടെ. എന്താടി മോളെ രാവിലെ തന്നെ? മുത്തശ്ശിക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? അതെ, ആ ഗിഫ്റ്റിന്റെ പേര് രാധിക എന്ന. അവൾ ഇവിടുന്ന് എല്ലാരെയും ചേർന്ന് തല്ലി പുറത്താക്കി. ആണോ? അതെ മുത്തശ്ശി. വെളുപ്പിനെ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്നറിയോ? എന്റെ ദൈവമേ, ഇത്രയൊക്കെ നടന്നോ? അന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും അവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരിയെടുക്കാൻ. ആ
ഒരൊറ്റ കാര്യം കൊണ്ടാ മുത്തശ്ശി ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത്. ഉം. അല്ലായിരുന്നെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും അവരെ ഒന്നിച്ചു ജീവിക്കാൻ സമ്മതിച്ചാനെ. ആ, അതൊന്നും അങ്ങനെ നടക്കത്തില്ലടി മോളെ. ആ പിന്നെ ഇനിയാ നീ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഉള്ളവരുടെ മനസ്സിൽ തീ കോരി ഇട്ടുകൊണ്ടേയിരിക്കണം. ഉം. ഒരു വഴിവെക്കിൽ വെച്ച് കണ്ടാ പോലും ഇനി അവളോട് കണിമംഗലത്തുകാരി ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശി. ഇപ്പൊ എല്ലാവരും എന്റെ പക്ഷത്താ. ആഹാ. പിന്നെ വരുണിന്റെയും മുത്തശ്ശിയുടെയും കാര്യം അധികം വൈകാതെ ഇവിടുത്തെ അച്ഛനോട് ഞാനത് പറഞ്ഞു കൊടുക്കും. ആ, അവരെ നിയന്ത്രിക്കാൻ അച്ഛനോട് ആവശ്യപ്പെടും. ആ. അപ്പൊ അവള് താമസിയാതെ ഇങ്ങോട്ട് എത്തുമല്ലേ? ഉം. കണിമംഗലത്തുനിന്ന് പടിയിറക്കണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. ഉം. ഇനി മുത്തശ്ശിയുടെ വാക്ക. ആറ്റുവാശ്ശേരിന്ന് അവളെ പടിയിറക്കണം. അത് മുത്തശ്ശി ചെയ്യണം. ആ, ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയം വേണ്ട മോളെ. ഉം. ആ, നീ ഒരു കാര്യം ചെയ്യ്. ഉം. ആ പത്രത്തിലും മാസികയിലും നിന്റെ സിനിമയെ കുറിച്ച് വന്നിട്ടില്ലേ? അതാരെങ്കിലും വഴി എനിക്കൊന്ന് അയച്ചതാ. അതെന്തിനാ? ആ, ആവശ്യം വരുവടി. യുദ്ധം ചെയ്യാൻ പോകുന്നവരെ ആയുധങ്ങൾ തേച്ചു മിനുക്കി വെക്കാറുള്ളത് കണ്ടിട്ടില്ലേ? പക്ഷെ മുത്തശ്ശി, ഞാൻ സിനിമയിൽ അഭിനയിച്ചത് അച്ഛനറിഞ്ഞ എനിക്കത് പ്രശ്നമാവില്ലേ? അതിനുള്ള പദ്ധതികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ മോളെ? ഉം. മോളെ, ആറ്റുവാശ്ശേരിയിൽ നിന്ന് അവള് പടിയിറങ്ങാനുള്ള കാരണവും അതായിരിക്കും. ഉം. അത് നീ അങ്ങ് ഉറപ്പിച്ചു. ആ, എത്രയും പെട്ടെന്ന് അത് എനിക്ക് എത്തിക്കാൻ നോക്ക്. മുത്തശ്ശി, ഇനിയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം. ആ ശല്യം ഇന്നേക്കും എന്ന് അവസാനിച്ചിട്ട്. ആറ്റുവാശ്ശേരിയിൽ നിന്നും ദേവന്റെ മനസ്സിൽ നിന്നും ഒന്നിച്ചായിരിക്കും അവള് പടിയിറങ്ങാൻ പോകുന്നത്. ഹ, അത് കഴിഞ്ഞിട്ടേ മനസമാധാനത്തോടെ നമുക്ക് ഉറങ്ങാം. ഉം. ആ, നീ ഫോൺ വെച്ചോ. ഇനി മുത്തശ്ശിയുടെ കളിയല്ലേ? അമ്മേ, ഇപ്പൊ തലചുറ്റലോ മറ്റോ ഉണ്ടോ? ഇല്ല മോളെ.